ഈരാറ്റുപേട്ട ഗവൺമെന്റ് മുസ്ലിം എൽ.പി. സ്കൂളിലെ കെ.ജി. ക്ലാസ് പഠനം ഇനി ശീതീകരിച്ച ക്ലാസ് മുറികളിൽ. ശീതീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ മാത്യു കെ. ജോസഫിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും പി.ടി.എയുടെയും ശ്രമഫലമായാണ് ക്ലാസ് മുറികളിൽ എയർ കണ്ടീഷണർ ഘടിപ്പിക്കാനാവശ്യമായ ഫണ്ട് കണ്ടെത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ മാത്യു കെ. ജോസഫ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീമ നാസർ, കൗൺസിലർമാരായ നസീറ ടീച്ചർ, അമീൻ പിട്ടയിൽ, എഇഒ ഷംല ബീവി, മുൻ ഹെഡ്മാസ്റ്റർ പി.വി. ഷാജിമോൻ, പി.ടി.എ പ്രസിഡന്റ് തൽഹത്ത് മാളിയേക്കൽ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് യാസീൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയുടെ സ്വന്തം കുഞ്ഞാണ് ഈ സ്കൂള്, സ്വന്തം സ്കൂളാണ്. ഇവിടെ എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം. അത് അതിൻ്റെതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് സാമൂഹികമായി വളർത്തിക്കൊണ്ട് ഞാനിവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ശുചിത്വ നഗരമാക്കി മാറ്റുന്നതിനുള്ള വലിയ പ്രയത്നങ്ങളാണ്. മീനച്ചിലാർ നമ്മുടെ ഗവൺമെന്റ് മുസ്ലിം എൽ.പി. സ്കൂളിനോട് ചേർന്നാണ് മീനച്ചിലാർ നിൽക്കുന്നത്. ഈ സ്കൂളിൽ 45 വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ് ഞാൻ. എൻ്റെ മാതൃ വിദ്യാലയമാണ്. ആ കാലഘട്ടത്തിലൊക്കെ മീനച്ചിലാറിൽ ഇറങ്ങി കുളിക്കുമ്പോൾ മീനച്ചിലാറിന്റെ അടിവശത്തുള്ള പായയിൽ പിടിച്ചു വലിച്ചു നീന്തി കയറുന്ന ഒരു ഓർമ്മ ഇപ്പോഴും നിൽക്കുകയാണ്. ആ റോഡിലിറങ്ങിയാൽ 18 വയസ്സ് പൂർത്തിയാവാൻ നിങ്ങൾ വാഹനം ഓടിക്കരുത് എന്ന് പറയുക. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ 18 വയസ്സ് പൂർത്തിയാവാതെ ഇറക്കാതിരിക്കുക. അതിന് കൃത്യമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ട്രാഫിക് വയലേഷൻ കാണിക്കാതെ വാഹനം ഓടിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അതെല്ലാം കൊച്ചുനാളിനെ മുതൽ പഠിപ്പിച്ച് കൊണ്ടുവരിക. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന് പഠിപ്പിക്കുക. ഈ പ്രായത്തിൽ പഠിച്ചാൽ അത് ശീലമായി മാറും. ശീലമായി കഴിഞ്ഞാൽ അത് മരണപ്പെടുകയും അത് അവരെന്തെയും ഫോളോ ചെയ്യും. അധ്യാപകർക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് ഈ മേഖലയിൽ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പി.ടി.എ കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ സജീവമായി നഗരസഭയോടൊപ്പം ഇത് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട അടക്കം സാർ നമ്മുടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എം.എൽ.എ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. എം.എൽ.എ ഉദ്ഘാടനത്തിന് വേണ്ടി. പക്ഷേ എം.എൽ.എ ഇന്ന് നമുക്കറിയാം അവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന വലിയ സങ്കീർണമായ ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് കേരളത്തിലെ എല്ലാ എം.എൽ.എമാരും തിരുവനന്തപുരത്താണ്. അദ്ദേഹം എന്നെ രാവിലെ 8 മണിക്ക് വിളിച്ചിരുന്നു. മീറ്റിംഗിൽ പ്രത്യേകമായി വന്നിരിക്കുന്നവരോട് പറയണം, പുതിയ എം.എൽ.എ നിങ്ങളോടൊപ്പം ഉണ്ട്, എന്താവശ്യത്തിനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു വാക്ക് എച്ച്.എം നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകരോടും ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനോടും കൃത്യമായി പി.ടി.എ കമ്മിറ്റി ഭാരവാഹികളോടും പറയണമെന്ന് അദ്ദേഹം എടുത്തു